നമസ്കാരം. ഓഗസ്റ്റ് 9 രക്ഷാബന്ധൻ. ഈ ദിവസം വളരെ വിശേഷപ്പെട്ടതായ ചില കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം സംഭവിച്ചിരിക്കുകയാണ്. നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജ്യോതിഷത്തിൽ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതായ സമയമാണ്. 297 വർഷങ്ങൾക്ക് ശേഷമാണ് രക്ഷാബന്ധൻ ദിനത്തിൽ നവഗ്രഹങ്ങൾ 6 ഒന്നിക്കുന്നത്. ഈ മഹാവിസ്മയം തന്നെ സംഭവിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. സൂര്യൻ കർക്കിടകത്തിലും ചന്ദ്രൻ മകരത്തിലും ചൊവ്വ കന്നിയിലും വ്യാഴവും ശുക്രനും മിഥുനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആയിരിക്കും സംഗമിക്കുക. ഇതുമൂലം ഗുണാനുഭവങ്ങൾ വളരെയധികം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാരായ വ്യക്തികൾക്ക് അത് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നിറയുന്നതായ സാഹചര്യം സൃഷ്ടിക്കും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുലാം രാശി ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറും. സങ്കീർണമായ പ്രശ്നങ്ങളെ പോലും നേരിട്ടുകൊണ്ട് അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ്. കാര്യസാധ്യത്തിന് പരാശ്രയത്വം വേണ്ടിവരും എന്നത് മനക്ലേശങ്ങൾക്ക് കാരണമാകും എങ്കിലും കാര്യസാധ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന സമയം തന്നെയാണ്. അധികാരവും സ്ഥാനമാനവും നിലനിർത്തുവാനോ തേടി വരുവാനോ സാധ്യത കൂടുതലുള്ള സമയമാണ്. എതിർപ്പുകളെ നിരാകരിച്ചുകൊണ്ട് തന്നെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും സാങ്കേതികമായ ജ്ഞാനം സന്നദ്ധത വേണ്ട സമയമാണ് എന്ന കാര്യം ഓർക്കുക. അതായത് പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന തീരുമാനവും അത്തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സും നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ്. കിടമത്സരങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പിന്തുണ, സഹകരണം പലരിൽ നിന്നും പ്രതീക്ഷിക്കുവാൻ സാധിക്കും. ആദായം മോശമാകില്ല എന്നുള്ളതാണ്. ധനാഗമ സാധ്യതകൾ വർദ്ധിക്കുന്ന സമയമാണ്. ആലസ്യം ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവായി പോകാം. കാര്യവിളംബം ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് എങ്കിലും അതൊരു പരിധിവരെ തരണം ചെയ്യാൻ സാധിക്കും. കാര്യനിർവഹണം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വന്ന് ഭവിക്കുന്ന സമയമാണ്. ചുമതലകൾ ശരിയായ രീതിയിൽ നിർവഹിക്കുവാൻ സാധിക്കും. ധനലാഭം വന്നു ചേരും. ചെലവ് അല്പം വർദ്ധിക്കും എങ്കിലും അത് തരണം ചെയ്യുവാൻ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയിക്കും. പുനർശ്രമങ്ങൾ പല കാര്യങ്ങളിലും വേണ്ടിവരുന്ന സമയമാണ്. അത് കാര്യസാധ്യവുമായി ബന്ധപ്പെട്ടുമാകാം. പല കാര്യങ്ങളിലും ചൂഷണം നിങ്ങൾക്ക് പരിശോധിക്കുവാൻ സാധിക്കുകയും അത് ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. പല കാര്യങ്ങളും തെറ്റിപ്പോയോ എന്ന സംശയം ഉണ്ടാവുകയും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുകയും ചെയ്യാം. ദാമ്പത്യ ജീവിതത്തിലെ കലുഷിതമായ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ മാറ്റങ്ങൾ വന്നു ചേരാം. ദീർഘയാത്രകൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തയ്യാറെടുപ്പുകൾ പല കാര്യങ്ങളിലും നടത്തുകയും അത് വിജയം കാണുകയും ചെയ്യാവുന്ന സമയമാണ്. കലാകാരന്മാർക്കും മികച്ചതായ അവസരങ്ങൾ പ്രതീക്ഷിക്കാം. വസ്തു വാങ്ങുവാനുള്ള കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുകയോ വീണ്ടും പുനഃപരിശോധിക്കുകയോ ചെയ്യാവുന്ന സാധ്യതകളുണ്ട്. രോഗാവസ്ഥയിൽ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും ഉള്ളതായ ആലസ്യം തരണം ചെയ്ത് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. വന്നു ചേരുന്നതായ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. മകരം രാശി ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാരാണ്. പല കാര്യങ്ങളിലും ഏകോപനവും കർമ്മകുശലതയും പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട അനുമതികൾ ലഭിക്കാവുന്നതാണ്. ബന്ധുസഹായം, സുഹൃത്തുക്കളുടെ സഹായം, വേണ്ടപ്പെട്ടവരുടെ സഹായം ലഭിക്കാവുന്ന സമയമാണ്. പിന്തുണ ലഭിക്കാവുന്ന സമയം കൂടിയാകുന്നു. തൊഴിൽ യാത്രകൾ അല്ലെങ്കിൽ മറ്റ് യാത്രകൾ
വിജയപ്രദമായി തീരുവാൻ സാധിക്കും. സംഘടനാ രംഗത്ത് സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. എങ്കിലും ചില അവസരങ്ങളിലുള്ള അലംഭാവം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. കരാറുകളുമായി ബന്ധപ്പെട്ട് മുൻനിരയിലെത്തുവാൻ സാധിക്കും. എന്നാൽ കൂട്ടുകെട്ടുകളിൽ കരുതൽ ഉണ്ടാകേണ്ട സമയമാണ്. എതിർപ്പുകൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അത് കേട്ടില്ല എന്ന് നടിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണച്ചെലവ് വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. മകൻ്റെ ഉപരിപഠനം അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ തീർത്ഥാടനത്തിനുള്ള അവസരങ്ങൾ സംജാതമാകാം എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളും ഭംഗിയായി തന്നെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മികച്ച ഏകോപനത്തോടെ ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട് സമാധാനം വന്ന് ചേരുന്ന സമയമാണ്. ഒപ്പമുള്ളവരുടെ പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും അംഗീകാരങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മേലധികാരികളുടെ അംഗീകാരങ്ങൾ പല കാര്യങ്ങളിലും ലഭിക്കാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് എങ്കിലും ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ വീട്ടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല സാമ്പത്തിക സ്രോതസ്സും നിങ്ങൾക്ക് ഫലവത്തായി തീരും എന്ന കാര്യവും ഓർക്കുക. അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ ശുഭകരമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. മക്കളുടെ നിർബന്ധം മൂലം ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായി വരാം. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ തടസ്സങ്ങൾ നേരിടുകയും അത് തരണം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ്. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട താല്പര്യം കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചെയ്തു പോന്നിരുന്നതായ തൊഴിലുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ വിജയങ്ങൾ വർദ്ധിക്കുക, ലാഭം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. കർമ്മരംഗം വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിഭാരം അല്പം വർദ്ധിക്കാം. വേതന വർധനവ് വന്ന് ചേരുന്ന സമയമാണ്. സഹപ്രവർത്തകർക്കൊപ്പം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയെ സഹായിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്പം ആശ്വാസം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദാസീനത പല കാര്യങ്ങളിലും നീങ്ങുന്ന ഒരു സമയമാണ്. ചുമതലകൾ പലതും പുതുത് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ പുഷ്ടിപ്പെടുവാനുള്ള സാധ്യതകൾ, അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് പല കാര്യങ്ങളിലും ഫലപ്രദമായി തീരും എന്നുള്ളതാണ്. വായ്പകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാം. പഠനാവസരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമാകാം. അന്യദേശത്ത് പോലും പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. തടസ്സപ്പെട്ടിരുന്നതായ യാത്രകൾ തുടരുവാൻ സാധിക്കും. പിണങ്ങിയ ബന്ധുക്കളുമായി ഇണങ്ങുന്നതിനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം പല വഴികളിലൂടെയും ധനാഗമം വന്ന് ചേരുന്ന സമയമാകുന്നു. ദാമ്പത്യ ജീവിതം കൂടുതൽ സുഖകരമായി തീരാം. കൂടാതെ ജീവിത പങ്കാളിക്ക് ആഗ്രഹിച്ചതായ ആഭരണം അല്ലെങ്കിൽ അത്തരത്തിൽ ചില സമ്മാനങ്ങൾ നൽകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തൊഴിലിടത്തിൽ കൂടുതൽ ചെലവഴിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച, ഏകാഗ്രത വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയമാണ്. കാര്യസാധ്യം സുഗമമായി തീരാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന സാഹചര്യങ്ങളുണ്ട്.
കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുമാനം വർദ്ധിക്കാം. കർമ്മ മേഖലയിൽ സമ്മർദ്ദമുണ്ടാകും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യവിജയത്തിന് പല അവസരങ്ങളിലും പരാശ്രയത്വം വേണ്ടിവരുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം. തൊഴിൽ അന്വേഷണം തടസ്സപ്പെടാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും വെല്ലുവിളികൾ ഉണ്ടാകും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സുഹൃത്തുക്കളുടെ വേണ്ടപ്പെട്ടവരുടെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കച്ചവടത്തിൽ നിന്നും നേട്ടങ്ങൾ നാമമാത്രമായിരിക്കും എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ധനം കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യകാര്യത്തിൽ അലംഭാവം പാടുള്ളതല്ല. അധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വരവും ചെലവും അധികരിക്കുന്നതായ സമയമാണ്. അതിനാൽ ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം തന്നെയാകുന്നു. ആഡംബരപരമായ ചില കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. പ്രണയികൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക സഹായം വന്നു ചേരുന്ന സമയമാണ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. എതിർപ്പുകൾ ഉണ്ടാകും എങ്കിലും അത് പരാജയപ്പെടുത്തുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കായികാധ്വാനം ഏറുന്ന സമയമാണ്. ലഘു സാന്നിധ്യം പല കാര്യങ്ങളിലും ഉണ്ടാവുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സംതൃപ്തി വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ ചില അവസരങ്ങളിൽ ചില വ്യക്തികളുമായി മുഷിയേണ്ടതായി വരാം. നിർബന്ധ ബുദ്ധി, ദേഷ്യം തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. കാര്യ തടസ്സങ്ങളെ നിങ്ങൾക്ക് പ്രായോഗികമായ ബുദ്ധി കൊണ്ട് മറികടക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും കടന്നു വരാവുന്ന സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.